Good evening all. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. അപ്പോൾ മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്കിൽ ഫ്ലോറിംഗ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പോൾ ഫ്ലോറിംഗ് എന്തായിരുന്നു? ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ബിക്കോസ് എന്താണ്, നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. തിക്നെസ് ഓഫ് ഫ്ലോറിംഗ് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഫ്ലോറിങ്ങിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ അങ്ങനെ ഹയർ ഫ്ലോർസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് വേണം മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. രണ്ട് പാർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ കൺസിഡർ ചെയ്യുവാണ്. ഗ്രൗണ്ട് ഫ്ലോർ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ അല്ല, ഫസ്റ്റ് ഫ്ലോർ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫ് ആണ്. അവിടെ എന്താണ്? അതിന് നമുക്കൊരു RCC സ്ട്രക്ചർ ഉണ്ട്. RCC സ്ട്രക്ചർ എന്ന് വെച്ചാൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ട്. ആ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ മുകളിലാണ് നമ്മൾ ഫ്ലോർ കവറിങ്സ്, അതായത് ടൈലോ മാർബിളോ ഗ്രാനൈറ്റോ എന്താന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ രണ്ട് ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിലുള്ളത് ഒരു RCC സ്ട്രക്ചർ, RCC സ്ട്രക്ചറിന്റെ മുകളിൽ നമുക്കൊരു ഫ്ലോർ കവറിങ് ഉണ്ടാവും. അപ്പോൾ RCC സ്ട്രക്ചർ നമ്മൾ മീറ്റർ ക്യൂബിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതേ കണക്ക് തന്നെ ഫ്ലോർ കവറിങ് നമ്മൾ സ്ക്വയർ മീറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ആ പോയിന്റ് ഓർത്തിരിക്കുക എല്ലാവരും. RCC structure, the supporting structure is taken in QMAX and floor finishing is taken separately as square meters. അത് ഓർത്തിരിക്കുക, തെറ്റിപ്പോകരുത്. നമ്മൾ അടുത്ത ഐറ്റം നോക്കുവാണ്, പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ്. അപ്പോൾ പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് 12 mm തിക്നെസ് ആണ് പ്ലാസ്റ്ററിങ്ങിനുള്ളത്. അത് ഓർത്തിരിക്കുക. പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് 12 mm തിക്. പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സ് ആണ്. നമ്മൾ എന്ത് കൺസിഡർ ചെയ്യില്ല? പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് കൺസിഡർ ചെയ്യില്ല. ഇനി ഈ ഒരു പോയിന്റ്സ് ഓർത്തിരിക്കുക. നമ്മൾ എവിടേക്കാണ് പ്ലാസ്റ്ററിങ്ങിന്റെ ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്യുന്നത്? ഇപ്പോൾ ഓപ്പണിംഗ് അപ് ടു 0.5 സ്ക്വയർ മീറ്റർ നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ്. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഡിഡക്ഷൻസ് എടുക്കുന്നത് വെച്ചാൽ വോളിനകത്ത് എന്തുണ്ടാവും? വിൻഡോയുടെ ഓപ്പണിംഗ് ഉണ്ടാവും, ഡോറിന്റെ ഓപ്പണിംഗ് ഉണ്ടാവും, അതേ കണക്ക് തന്നെ വെന്റിലേറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ കേസിൽ നമ്മൾ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിഡക്ഷൻസ് എടുക്കാം? അപ്പോൾ for opening up to 0.5 square meter, no deduction is made. Opening up to 0.5 square meter, no deduction is made. Next, for opening exceeding 0.5 square meter and less than 3 square meter. For opening up exceeding 0.5 square meter and less than 3 square meter, deduction is made for one phase. For opening above 3 square meter, deduction is made for both phases. About opening above 3 square meter, deduction is made on both the phases. So ഇത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പോയിന്റിങ്. അപ്പോൾ പോയിന്റിങ്ങും നമ്മൾ എന്താണ്, പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതേ കണക്ക് തന്നെയാണ് പോയിന്റിങ്ങും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പോയിന്റിങ് വോൾ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ സ്ക്വയർ മീറ്റർ for the whole surface, and the deduction is made similar to plastering. Deductions are made similar to plastering. അപ്പോൾ ഓർത്തിരിക്കുക, പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ്. തെറ്റിപ്പോകരുത്. പ്ലാസ്റ്ററിങ്ങിനകത്ത് നമ്മൾ തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് കൺസിഡർ ചെയ്യില്ല. ഇനി പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് എത്രയാണെന്ന് PSC എക്സാംസിനൊക്കെ ചോദിച്ചതാണ്. 12 mm തിക് ആണ് പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ്. ഇനി മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, whitewashing or color washing or distempering or painting. Whitewashing, color washing, distempering or painting. അപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. വൈറ്റ് വാഷിംഗ്, കളർ വാഷിംഗ്, ഡിസ്റ്റംപറിംഗ്, പെയിന്റിംഗ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. ഇനി ചൗക്കത്ത് ഓഫ് ഫ്രെയിം, അപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യൂബിക്
മീറ്റേഴ്സിലാണ്. ക്യൂബിക് മീറ്റേഴ്സ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി ഡോർ ആൻഡ് വിൻഡോ ഷട്ടേഴ്സ്. അപ്പൊ ഷട്ടേഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. ഷട്ടറിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സ്. അവിടെ നമ്മൾ എന്തെടുക്കില്ല, വോളിയത്തിലല്ല ഷട്ടറിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സ് ആണ്. പിന്നെ അടുത്ത ഈ പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ദ റിബേറ്റിന്റെ തിക്നെസ് നോക്കുക, 12 mm to 20 mm. റിബേറ്റിന്റെ തിക്നെസ് 12 mm to 20 mm in frame should be taken into consideration in finding the breadth and height. So റിബേറ്റിന്റെ തിക്നെസ് ഓർത്തിരിക്കുക. ദ റിബേറ്റിന്റെ തിക്നെസ്സും നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും? The rebate in the frame should be taken into consideration in finding the breadth and height. So last point, a clearance of 6 mm may be allowed at the bottom of the door if there is no sill member. അപ്പോൾ ഡോറിന്റെ ബോട്ടം പോർഷനിൽ അല്ലെ ഡോർ ഫ്രെയിമിന്റെ ബോട്ടം പോർഷൻ ഒരു 6 mm ഗ്യാപ്പ് കൊടുക്കണം. എന്താണ്? ഇപ്പോൾ ഡോറിന്റെ ഷട്ടറിന്റെ താഴെ ഒരു 6 mm ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുക. എന്തില്ലെങ്കിലും ഡോറിന്റെ ഫ്രെയിമിന് ബോട്ടം പോർഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ കൊടുക്കുക. സോ നെക്സ്റ്റ് വൺ ആണ് വുഡ് വർക്ക്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിലുള്ള ബാക്കി എല്ലാ വുഡ് വർക്കും, വുഡൻ ബീം, പോസ്റ്റ്, വുഡൻ റൂഫ്, ട്രസസ്, ഡോർ, വിൻഡോ ഫ്രെയിം എക്സെട്ര comes under this item and is computed in cubic meters. അപ്പോൾ ബാക്കി എല്ലാ വുഡൻ വർക്ക്സും, ഒരു ബിൽഡിങ്ങിനകത്ത് വേണ്ട ബാക്കി എല്ലാ വുഡൻ വർക്ക്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യൂബിക് മീറ്റേഴ്സിലാണ്. ഫ്രെയിമിന്റെ മാത്രമേ ഉള്ളൂ സ്ക്വയർ മീറ്റേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So next, moving on to important one, specifications. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പെസിഫിക്കേഷൻ. സോ സ്പെസിഫിക്കേഷൻ എന്താ പറയുന്നത്? സ്പെസിഫിക്കേഷൻ ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് ക്ലാസ് ഓഫ് വർക്ക്, മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ഇൻ വർക്ക്, വർക്ക്മാൻഷിപ്പ് എക്സെട്ര. അപ്പോൾ ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ഓർഡിനറി ഫ്രെയിംഡ് സ്ട്രക്ചർ ഉണ്ട്, ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ ഉണ്ട്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്. അപ്പൊ അതാണ് പറയുന്നത് നേച്ചർ ആൻഡ് ക്ലാസ് ഓഫ് വർക്ക്. നെക്സ്റ്റ് പറയുന്നതാണ് മെറ്റീരിയൽസ് ടു ബി യൂസ് ഇൻ വർക്ക്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു RCC സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ ആണെങ്കിൽ അവിടെ നമ്മൾ ഏത് ടൈപ്പ് സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അത് കണക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് ഏത് ടൈപ്പ് ആണ്, ഇപ്പൊ FE 500 ബാർസ് ആണോ, FE 500 ഡിഫോംഡ് ബാർസ് ആണോ, ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന വർക്ക്മാൻഷിപ്പ് എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻസിനകത്ത് പറയുന്നത്. ഈ സ്പെസിഫിക്കേഷൻസിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ജനറൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ സ്പെസിഫിക്കേഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ജനറൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. ഇനി ജനറൽ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ജനറൽ സ്പെസിഫിക്കേഷൻ ഇറ്റ് ഗീവ്സ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി ഐറ്റം. അപ്പോൾ ജനറൽ സ്പെസിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ നോക്കുക. നേച്ചർ ആൻഡ് ക്ലാസ് ഓഫ് വർക്ക്, നെയിം ഓഫ് മെറ്റീരിയൽ ആൻഡ് പ്രൊപ്പോർഷൻസ് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് ആർ ഡിസ്ക്രൈബ്. നമുക്ക് എല്ലാത്തിനെയും പറ്റിയ ഒരു വളരെ ചെറിയൊരു ഐഡിയ മാത്രമേ ജനറൽ സ്പെസിഫിക്കേഷനകത്ത് വരുള്ളൂ. Nature and class of work, comma, name of material and proportions that should be used in various items of work are described. General specifications. The next one ആണ് detailed specification. Detailed specification എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ നമ്മൾ എഴുതുന്നത് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിന്റെ അതേ മാനറിലായിരിക്കും. കൺസ്ട്രക്ഷൻ വർക്കിന്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ആദ്യം എന്തായിരിക്കും? എർത്ത് വർക്ക് എക്സ്കവേഷൻ, പിന്നെ എന്താണ് ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻ, പിന്നെ നമുക്ക് ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ഷൻ, പിന്നെ ആ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസും പറയുന്നത്. നോക്കിയത് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ആൻ ഐറ്റം ഓഫ് വർക്ക് സ്പെസിഫൈസ് ദ ക്വാളിറ്റീസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ, qualities and quantities of material, the proportion of mortar, workmanship, the method of preparation and execution, and the method of measurement. So ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനകത്ത് വരും. നോക്കിയേ, ഫസ്റ്റ് വൺ ക്വാളിറ്റീസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ,
നെക്സ്റ്റ് പറയുന്നതാണ് ദ പ്രപ്പോർഷൻ ഓഫ് മോർട്ടാർ. തേർഡ് പറയുന്നതാണ് വർക്ക്മാൻഷിപ്പ്. നെക്സ്റ്റ് ആണ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് എക്സിക്യൂഷൻ ആൻഡ് ദ മെത്തേഡ് ഓഫ് മെഷർമെന്റ്. So detailed specification is an important part of contract document. ഇത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. Detailed specific, which one of the following is an important part of contract document? അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ is an important part of contract document. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് the detailed specification of various items of work. The detailed specifications നെ പറ്റി നമ്മൾ പറയുകയാണ്. അപ്പോൾ അത് ഫസ്റ്റ് പറയുന്നതാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷന്റെ മെഷർമെന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ അതിന്റെ മെഷർമെന്റ്സ് നോക്കുന്നത്? അപ്പോൾ ദ മെഷർമെന്റ്സ് നമ്മൾ എടുക്കുന്നത് വോളിയത്തിലാണ്, ക്യൂബിക് മീറ്റേഴ്സിലാണ്. ലെങ്ത് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ഹൈറ്റ് ഓഫ് എക്സ്കവേഷൻ. അപ്പോൾ ലെങ്ത് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ഹൈറ്റ് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ. എന്ന് നോക്കിയേ, റേറ്റ് ഷാൽ ബി complete for 50 meter lead and 1.5 meter lift. അപ്പോൾ നമ്മൾ മിനിമം റേറ്റ് പറയുന്നത് 50 മീറ്റർ ലീഡും 1.5 മീറ്റർ ലിഫ്റ്റും ആണ്. ഇനി ലീഡും ലിഫ്റ്റും എന്താന്ന് നോക്കിക്കോ. ലീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതാണ് ഗ്രൗണ്ട് സർഫസ്. ഒന്നുകൂടി വരയ്ക്കാം. സോ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സർഫസ്. ഈ ഗ്രൗണ്ട് സർഫസ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യാണ്. ഇതണ്ടേ, ഇത് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തു. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇവിടെ ഉണ്ടായിരുന്ന സോയിൽ നമ്മൾ പുറത്തേക്ക് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് സോയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഈ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോയിൽ ഇങ്ങനെ അപ്വേർഡ് ആയിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് ലിഫ്റ്റ്. അപ്പോൾ 1.5 മീറ്റർ ലിഫ്റ്റ്. അതാണ് കാരണം ഇങ്ങനെ ഹൊറിസോണ്ടലി കൊണ്ടുപോകുന്നതിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. 50 meter lead. അപ്പോൾ rate shall be for a complete of 50 meter lead and 1.5 meter lift. അപ്പോൾ ഇതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് പറയുന്നത്. 50 meter ലീഡും 1.5 meter ലിഫ്റ്റും. പിന്നെ അതിൽ കൂടുമ്പോൾ നമ്മൾ റേറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The measurement of excavation shall be broken in cubic meters. Rate shall be for a complete of 50 meter lead and 1.5 meter lift, including tools and bag. അപ്പോൾ 50 meter ലീഡും 1.5 meter ലിഫ്റ്റിനുമാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ്സ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ, ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. നെക്സ്റ്റ് വൺ, ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെറ്റീരിയൽസ് നോക്കാം. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. ഇപ്പോൾ കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്താണ്? നമുക്ക് ഒരു ബൈൻഡിങ് ഏജന്റ് ആണ് ലൈം. പിന്നെ ഉള്ളത് എന്താണ്? ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം കോഴ്സ് അഗ്രിഗേറ്റിന്റെ സൈസ് നോക്കാം. കോഴ്സ് അഗ്രിഗേറ്റ് ഷാൽ ബി ഓഫ് 40 mm in size. ഈ കോഴ്സ് അഗ്രിഗേറ്റ് ഷേപ്പ് നോക്കി, ഇറ്റ് ഷുഡ് ബി റഫ്ലി ക്യൂബിക്കൽ ഇൻ ഷേപ്പ്. ഇപ്പൊ കോഴ്സ് അഗ്രിഗേറ്റിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 40 mm സൈസ് ആണ്. അതിന്റെ ഷേപ്പ് റഫ്ലി ക്യൂബിക്കൽ ഇൻ ഷേപ്പ്. ഇനി ഫൈൻ അഗ്രിഗേറ്റ് നോക്കിയേ. ഫൈൻ അഗ്രിഗേറ്റിന്റെ സൈസ് എന്ന് വെച്ചാൽ ഇറ്റ് ഷാൽ പാസ് ത്രൂ എ സീവ് ഓഫ് 2.5 measures per square centimeter. It shall pass through a sieve of 2.5 mesh per square centimeter. ഈ ലൈം, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈം ആണ് വൈറ്റ് ഫാറ്റ് ലൈം. അത് ഓർത്തിരിക്കുക, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈം വൈറ്റ് ഫാറ്റ് ലൈം ആണ്, അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്. ഇനി നെക്സ്റ്റ് പ്രപ്പോർഷൻ. അപ്പോൾ ഫൗണ്ടേഷനകത്ത് യൂസ് ചെയ്യുന്ന ലൈം കോൺക്രീറ്റിന്റെ പ്രപ്പോർഷൻ. സോ കോൺക്രീറ്റ് ഷാൽ ബി കൺസിസ്റ്റ് ഓഫ്, ഇതിന്റെ പ്രപ്പോർഷൻ നോക്കിയേ, 100:32:16 ആണ് പ്രപ്പോർഷൻ. 100:32:16. അപ്പോൾ അതിനകത്ത് 100 എന്താണ്, 32 എന്താണ്, 16 എന്താണെന്ന് നോക്കിക്കോ. അതിനകത്ത് 1 cumex of brick ballast, that means 100 parts of brick ballast
32 parts of surki. Surki എന്ന് വെച്ചാൽ നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റ് ആണ്. അപ്പോൾ 100 parts of coarse aggregate, 32 part of fine aggregate and 16 part of lime. Lime എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ binding agent ആണ്. Binding agent. And the measurements shall be taken in cubic meters. The measurements are taken in cubic meters. The measurements are taken in cubic meters. Okay. ഇനി നമ്മൾ അടുത്തത് lime concrete in roof terracing. Next one, lime concrete in roof terracing. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, ലൈം. ഇവിടെ നോക്കിക്കേ, കോഴ്സ് അഗ്രിഗേറ്റിന്റെ സൈസ്. കോഴ്സ് അഗ്രിഗേറ്റ് ഷാൽ ബി ഓഫ് 25 mm സൈസ്. കോഴ്സ് അഗ്രിഗേറ്റിന്റെ സൈസ് 25 mm സൈസ് ആണ്. കോഴ്സ് അഗ്രിഗേറ്റിന്റെ ഷേപ്പ് ഇറ്റ് ഈസ് റഫ്ലി ക്യൂബിക്കൽ ഇൻ ഷേപ്പ്. For coarse aggregate 25 mm size, shape cubical in shape. If fine aggregate നോക്കിക്കേ, fine aggregate shall be of surki or sand or cinders as specified and clean and free from dust and foreign matters. നോക്കിക്കേ, it shall pass through a sieve of 2.5 measures per square centimeter. അപ്പോൾ അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഫൈൻ അഗ്രിഗേറ്റിന്റെ സൈസ് എന്തായിരിക്കും? ലെസ് ദാൻ 2.5 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കണം അതിന്റെ സൈസ്. ഇനി ലൈം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വൈറ്റ് ഫാറ്റ് ലൈം ആണ് യൂസ് ചെയ്യുന്നത്, അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്. ഇനി ഇതിന്റെ പ്രപ്പോർഷൻ നോക്കി, 100:36:18 ആണ് പ്രപ്പോർഷൻ. ഞാനത് 100 എന്താണ്, 36 എന്താണ്, 18 എന്താന്ന് നോക്കി. അതിനകത്ത് 100 parts of coarse aggregate and 36 part of fine aggregate and 18 parts of lime അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ബൈൻഡിങ് ഏജന്റ്. And the measurements are taken in square meters. Measurements are taken in square meters. അത് ഓർത്തിരിക്കണം. ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗ് ആണെങ്കിൽ നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. അത് കണക്കിന് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ആണെങ്കിൽ എന്താണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് മീറ്റർ ക്യൂബിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നോക്കിയോ, ലൈം കോൺക്രീറ്റ് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, ലൈം കോൺക്രീറ്റിലെ മെഷർമെന്റ് എടുക്കുന്നത് ക്യൂബിക് മീറ്റേഴ്സ് ആണ്. ഇനി ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗ് ആണെങ്കിൽ നോക്കിയേ, ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗ് ആണെങ്കിൽ നമ്മൾ മെഷർമെന്റ് എടുത്തിരിക്കുന്നത് എന്തെല്ലാണ്? സ്ക്വയർ മീറ്റേഴ്സിലാണ്. സ്ക്വയർ മീറ്റേഴ്സ്. അത് തെറ്റിപ്പോകരുത്, ഓർത്തിരിക്കാം. രണ്ടും കോൺക്രീറ്റ് ആണെങ്കിലും ആ ഒരു ക്വാണ്ടിറ്റി കാൽക്കുലേഷനകത്ത് വ്യത്യാസമുണ്ട്. ഈ നെക്സ്റ്റ് വൺ ആണ് സിമെന്റ് കോൺക്രീറ്റ്. ഈ സിമെന്റ് കോൺക്രീറ്റ്, അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽസ് നോക്കാം. മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, സിമെന്റ്, വാട്ടർ. ഇവിടെ നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് എന്താണ്? മീറ്റർ ക്യൂബിലാണ്. വ്യത്യാസമൊന്നുമില്ല. ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യൂബിക് മീറ്റേഴ്സ്. മെഷർമെന്റ്സ് ആർ കാൽക്കുലേറ്റഡ് ഇൻ ക്യൂബിക് മീറ്റേഴ്സ്. ഇനി കോഴ്സ് അഗ്രിഗേറ്റിന്റെ സൈസ് നോക്കി. Coarse aggregate of hard broken stone of 25 mm size and down. അപ്പോൾ coarse aggregate size 20 mm size and shall be retained on 5 mm seal. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 5 to 20 mm സൈസിലുള്ള coarse aggregate ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Aggregate of size 5 to 20 mm. ഇനി അത് നോക്കിയേ, ഞാൻ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. The aggregate shall be well graded aggregates. Well graded aggregates. അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. Aggregate shall be well graded aggregates. നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻ പറയാറുണ്ട്. വെൽ ഗ്രേഡഡ്, ഗ്യാപ് ഗ്രേഡ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് ആയിരിക്കണം. such that the voids do not exceed 42%. Such that the voids do not exceed 42%.
Next, fine aggregate. So fine aggregate shall be of coarse sand, of hard and sharp angular grain, and shall pass through a screen of 5 mmc. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻ അഗ്രിഗേറ്റ് ഏത് mmcb കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. And it shall pass through a screen of 5 mmc. ഓർത്തിരിക്കുക. ഈ സിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോർട്ട്ലാൻഡ് സിമെന്റ് ആണ്. വാട്ടർ പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ ആയിരിക്കണം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. Shall be free from alkaline and acid matters and suitable for drinking purpose. ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ ആയിരിക്കണം കോൺക്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വാട്ടറിനകത്തുള്ള എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്തിനെ എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. So measurement is taken in cubic meters. അത് ഓർത്തിരിക്കുക, മെഷർമെന്റ് എടുക്കുന്നത് ക്യൂബിക് മീറ്റേഴ്സിലാണ്. നെക്സ്റ്റ് പറയുന്നതാണ് reinforced cement concrete. Reinforced cement concrete. അപ്പോൾ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കുന്നത്? മെഷർമെന്റ് കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് മെഷർമെന്റ് ഷാൽ ബി ടേക്കൺ ഇൻ ക്യുമെക്സ്, അതായത് ക്യൂബിക് മീറ്റേഴ്സ്. ഇനി അതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നോ ഡിഡക്ഷൻ ഷാൽ ബി മെയ്ഡ് ഫോർ ദ വോളിയം ഓഫ് സ്റ്റീൽ. ഇപ്പോൾ നമുക്കൊരു സ്ലാബ് ഉണ്ട്, ആ സ്ലാബിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ആണ്. അപ്പൊ അതിന്റെ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ലെങ്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സ്ലാബ്. ഇനി അതിനകത്തുള്ള ക്വാണ്ടിറ്റി, അതായത് സ്റ്റീലിന്റെ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഈ പറയുന്നത് നോ ഡിഡക്ഷൻ ഷാൽ ബി മെയ്ഡ് ഫോർ ദ വോളിയം ഓഫ് സ്റ്റീൽ. ഇനി സ്റ്റീലിന്റെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത് കിൻഡൽസിലാണ്. And is calculated in quintals. Steel reinforcement shall be measured under a separate item in quintal. In sixth one ആണ് damp proof course of 2.5 centimeter thick. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എന്തിലാണ് എടുക്കുന്നത്, സ്ക്വയർ മീറ്റേഴ്സിലാണ് എടുക്കുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ക്യൂബിക് മീറ്റേഴ്സ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ പ്ലാസ്റ്ററിംഗ് നമ്മൾ പറഞ്ഞു, പ്ലാസ്റ്ററിംഗിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ക്യൂബിക് മീറ്റർ സ്ക്വയറിലാണ്. പ്ലാസ്റ്ററിംഗിന്റെ തിക്നെസ് 12 mm ആണ് പ്ലാസ്റ്ററിംഗിന്റെ തിക്നെസ് എടുക്കുന്നത്. ഈ 2.5 centimeter സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ. സോ മെഷർമെന്റ് ഇൻ സ്ക്വയർ മീറ്റേഴ്സ്. അപ്പോൾ സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോറിനകത്ത് നമ്മൾ എങ്ങനെയാണ് സ്ക്വയർ മീറ്റേഴ്സിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എടുക്കുന്നത്, സ്ക്വയർ മീറ്റേഴ്സ്. സോ നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് RCC വർക്ക്. RCC വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10 dm ക്യൂബിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. RCC വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10 dm ക്യൂബിക് ഡെസിമീറ്റർ. ഈ വുഡ് വർക്ക് ഫോർ ഫ്രെയിം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10 dm ക്യൂബ്, 10 ഡെസിമീറ്റർ ക്യൂബിലാണ് വുഡ് വർക്ക് ഫോർ ഫ്രെയിം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ വുഡ് വർക്ക് ഫോർ ഷട്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10 dm സ്ക്വയർ. അപ്പൊ നമ്മൾ പഠിച്ചായിരുന്നു ഫ്രെയിം നമ്മൾ എന്താണ് വോളിയത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഷട്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. ഈ സ്റ്റോൺ മേസണറി, ബ്രിക്ക് മേസണറി, ലാൻഡ്രൈറ്റ് മേസണറി, PCC, റബിൾ മേസണറി ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ഈ നെക്സ്റ്റ് പറയുന്നതാണ് പ്ലാസ്റ്ററിംഗ്, പോയിന്റിംഗ്, പെയിന്റിംഗ്, ഫ്ലോറിംഗ്, റോഡ് വർക്ക്. 10 മീറ്റർ സ്ക്വയർ ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. 10 മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ പ്ലാസ്റ്ററിംഗ്, പോയിന്റിംഗ്, പെയിന്റിംഗ്, ഫ്ലോറിംഗ്, റോഡ് വർക്ക് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10 മീറ്റർ സ്ക്വയറിലാണ്. നെക്സ്റ്റ് വൺ റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കിൻഡൽസിലാണ്. റീഇൻഫോഴ്സ്മെന്റിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കിൻഡൽസിലാണ്. നമുക്ക് PSC എക്സാമിന് ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. RCC വർക്കിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? RCC വർക്കിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ 10 ഡെസിമീറ്റർ ക്യൂബ്. ഈ വുഡ് വർക്ക് ഫോർ ഫ്രെയിംസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് വെച്ചാൽ 10 dm ക്യൂബ്. ഈ വുഡ് വർക്ക് ഫോർ ഷട്ടേഴ്സ് ആണെങ്കിൽ 10 dm സ്ക്വയർ. ഈ സ്റ്റോൺ മേസണറി, ബ്രിക്ക് മേസണറി, ലാറ്ററൈറ്റ് മേസണറി, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, റബിൾ മേസണറി മീറ്റർ ക്യൂബ്. ഈ പ്ലാസ്റ്ററിംഗ്, പോയിന്റിംഗ്, പെയിന്റിംഗ്, ഫ്ലോറിംഗ്, റോഡ് വർക്ക് 10 മീറ്റർ സ്ക്വയർ. ഈ റീഇൻഫോഴ്സ്മെന്റ് ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇസ് കാൽക്കുലേറ്റഡ് ഇൻ കിൻഡൽസ്. റീഇൻഫോഴ്സ്മെന്റ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കിൻഡൽ. ഒരു കിൻഡൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം ആണ്, അത് ഓർത്തിരിക്കുക. ഈ നെക്സ്റ്റ് കണ്ടിന്യൂവേഷൻ ആണ്. അടുത്തത് സിമെന്റ്. സിമെന്റിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ടേൺസിലാണ്. സിമെന്റിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ടേൺസിലാണ്. ഇപ്പോൾ ഓപ്ഷൻസിനകത്ത് നമുക്ക് കിലോഗ്രാം, മീറ്റർ ക്യൂബ് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ തെറ്റിപ്പോകരുത്. സിമെന്റിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ടേൺസിലാണ്. ഒരു ടൺ എന്ന് വെച്ചാൽ 1000 കിലോഗ്രാംസ് ആണ്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാംസ് ആണ്. ഈ ഒരു ബ്രിക്കിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1000 നമ്പേഴ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബ്രിക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1000 നമ്പേഴ്സ് അല്ലെങ്കിൽ പെർ 1000 നമ്പേഴ്സിലാണ് ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഹോളോ ബ്രിക്കും ലാറ്ററൈറ്റും ആണെങ്കിൽ എന്താണ്? 100 നമ്പേഴ്സിലാണ് പറയുന്നത്. ഹോളോ ബ്രിക്കും ലാറ്ററൈറ്റും ആണെങ്കിൽ പെർ 100 നമ്പേഴ്സ്. ഈ വൈറ്റ് സിമെന്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാംസ് ആണ്. വൈറ്റ് സിമെന്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കിലോഗ്രാംസ് ആണ്. ഈ സൈറ്റ് ക്ലിയറിംഗ് ആണെങ്കിൽ 100 മീറ്റർ സ്ക്വയർ ആണ് സൈറ്റ് ക്ലിയറിംഗിന്റെ യൂണിറ്റ്. 100 മീറ്റർ സ്ക്വയർ സൈറ്റ് ക്ലിയറിംഗിന്റെ യൂണിറ്റ് 100 മീറ്റർ സ്ക്വയർ. ഈ ഫെല്ലിംഗ് ട്രീസ് ആണെങ്കിൽ ഓരോ ട്രീയുടെയും ആണ് നമ്മൾ പറയുന്നത്. ഓരോ ട്രീയുടെയും വെച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് പറയുക. ഈ ഹണി കോമ്പിംഗ് ബ്രിക്ക് വാൾ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ. ഹണി കോമ്പിംഗ് ബ്രിക്ക് വാൾ ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. അപ്പൊ ബ്രിക്ക് വാളിനകത്ത് ഇപ്പൊ ബ്രിക്ക് മേസണറി ആണെങ്കിൽ നമ്മൾ മീറ്റർ ക്യൂബ് എന്ന് പറയും. പക്ഷെ ഹണി കോമ്പിംഗ് ബ്രിക്ക് വാൾ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ. ഈ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെങ്കിൽ 10 മീറ്റർ ക്യൂബ്. എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെങ്കിൽ 10 മീറ്റർ ക്യൂബ്. എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെങ്കിൽ 10 മീറ്റർ ക്യൂബ്. ഇനി വൈറ്റ് വാഷിംഗ്. സോ വൈറ്റ് വാഷിംഗിന്റെ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. വൈറ്റ് വാഷിംഗിന്റെ ക്വാണ്ടിറ്റി മീറ്റർ സ്ക്വയർ. റൂഫിംഗിന്റെ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത് മീറ്റർ സ്ക്വയർ. റൂഫിംഗിന്റെ ക്വാണ്ടിറ്റി മീറ്റർ സ്ക്വയർ. സ്റ്റാൻഡേർഡ് യൂണിറ്റ് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഫ്ലോറിംഗ് പറയുമ്പോൾ ഫ്ലോറിംഗിന്റെ ക്വാണ്ടിറ്റി മീറ്റർ സ്ക്വയർ എന്നല്ല കേട്ടോ, 10 മീറ്റർ സ്ക്വയർ എന്നാണ്. ഫ്ലോറിംഗിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 10 മീറ്റർ സ്ക്വയർ. ഫ്ലോറിംഗിന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ സ്ക്വയർ. റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി കിൻഡൽ. ഏതാണ്? ഇൻഷ്യൽ ലീഡും ഇൻഷ്യൽ ലിഫ്റ്റും. 50 മീറ്റർ ലീഡും 1.5 മീറ്റർ ആണ് ലിഫ്റ്റ്. ഇൻഷ്യൽ ലീഡ് 50 മീറ്റർ, ഇൻഷ്യൽ ലിഫ്റ്റ് 1.5 മീറ്റർ. സോ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് ഓവർഹെഡ് കോസ്റ്റ്. ഓവർഹെഡ് കോസ്റ്റ്. സോ ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ it includes general office expenses, rent, tax, supervision and other costs which are indirect expenses and not productive expense of the job. അപ്പോൾ നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വരുന്ന എക്സ്ട്രാ എക്സ്പെൻസസ് ഒക്കെയാണ് ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസസ് അല്ല, അല്ലാതെ വരുന്ന എക്സ്പെൻസസ് ഒക്കെയാണ് ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓവർ ഹെഡ് ഉണ്ട്, ജനറൽ ഓവർ ഹെഡും ജോബ് ഓവർ ഹെഡും. അത് കറക്റ്റ് ആയിട്ട് തന്നെ ആ ടേംസ് എന്തൊക്കെയാണ് ജനറൽ ഓവർ ഹെഡിൽ വരുന്നത്, എന്തൊക്കെയാണ് ജോബ് ഓവർ ഹെഡ് വരുന്നതെന്ന് പഠിക്കണം. ബിക്കോസ് നമുക്കത് ഓപ്ഷനിൽ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജനറൽ ഓവർ ഹെഡ് വരുന്നതാണ് ഓഫീസ് സ്റ്റാഫ്, സ്റ്റേഷനറി സച്ച് ആസ് പ്രിന്റിംഗ്, പോസ്റ്റേജസ് എക്സെട്ര, പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസസ്, പിന്നെ പറയുന്നതാണ് ടെലിഫോൺ, പിന്നെ പറയുന്നതാണ് റെന്റ് ആൻഡ് ടാക്സസ്. അപ്പോൾ ജനറൽ ഓവർ ഹെഡ് വരുന്ന കാര്യങ്ങളാണ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്, പിന്നെ സ്റ്റേഷനറി, പ്രിന്റിംഗ്, പോസ്റ്റേജസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, ടെലിഫോൺ, റെന്റ് ആൻഡ് ടാക്സസ് എക്സെട്ര. ഇനി ജോബ് ഓവർ ഹെഡ് വരുന്നതാണ് സാലറി ഓഫ് എഞ്ചിനീയേഴ്സ്, ഓവർസിയേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഇനി ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽസ്, റിപ്പയർ, carriage and depreciation, പിന്നെ amenities of labor, workman compensation, insurances, interest on investment, losses on advance. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് രണ്ട് തവണ ഒന്ന് വായിച്ചു വെക്കുക, ബിക്കോസ് ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ദേ ആർ നോട്ട് പ്രൊഡക്റ്റീവ് എക്സ്പെൻസ് ഓൺ ജോബ്. എന്താണ്, നമുക്ക് ഒരു എക്സ്ട്രാ എക്സ്പെൻസ് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി വരുന്ന എക്സ്പെൻസ് അല്ല, അല്ലാതെ വരുന്ന എക്സ്ട്രാ എക്സ്പെൻസ് ആണ് ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ് വരുന്നത്, ഓവർ ഹെഡ് കോസ്റ്റ്. ഈ നെക്സ്റ്റ് വൺ ആണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്. അപ്പോൾ നമുക്ക് ഓരോ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ട്, ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാണ്. അപ്പോൾ ആ പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്പെസിഫിക് റേറ്റ് ഉണ്ട്. ആ റേറ്റ് പറയുന്ന ബുക്കാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്ക് എന്ന് പറയുന്നത്. ആ ബുക്കിൽ നമുക്ക് ഓരോ വർക്കിനും നമ്മൾ എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ഉണ്ടാവും. So schedule of rate is a list of various items of work to facilitate the preparation of estimate and also to serve as a guide in setting rates in connection with the contract agreement. So near schedule of rate book is സോ അത് നമ്മൾ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്സും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സെൻട്രൽ PWD ആണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഡേറ്റ ബുക്ക്. The process of working out the cost or rate per unit of each item is called data. The process of working out the cost or rate per unit of each item is called data. So നമുക്ക് എന്താണ്, ഡേറ്റ ബുക്കിൽ നമുക്ക് ഓരോ യൂണിറ്റ് ഓഫ് ഐറ്റംസിന്റെയും റേറ്റ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ബ്രിക്ക് മേസണറി ഒരു 10 m³ ബ്രിക്ക് മേസണറി ചെയ്യുവാണ്. അപ്പൊ ബ്രിക്ക് മേസണറി ചെയ്യാൻ നമുക്ക് എന്ത് വേണം, നമുക്കൊരു മേസൺ വേണം, ആ മേസണറി ഹെൽപ്പർ വേണം. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കേണ്ട റേറ്റ് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും വേജ് ഇതെല്ലാം നമുക്ക് ഒരു ഡേറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. The process of working out the cost or rate per unit of each item is called data. The rates of material and labor are obtained from current standard schedule of rates and where quantities of material and labor required of one unit of item are taken from standard data book. അപ്പോൾ ആ ഒരു ഡേറ്റ ബുക്ക് റെഫർ ചെയ്താൽ നമുക്ക് അതിനകത്ത് തന്നിട്ടുണ്ടാവും, നമുക്കൊരു ലേബറിന് ഒരു ദിവസം ഒരു മേസണ് ഒരു ബ്രിക്ക് മേസണറി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്, വേജ് എത്രയാണ്, അതുകണക്കിന് ഹെൽപ്പറിന് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തരുന്നതാണ് ഡേറ്റ ബുക്ക്. ഇനി ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് ആണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമുക്ക് 2 ടാബുലർ കോളം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് വൺ ആണ് മെഷർമെന്റ് ഫോം, സെക്കൻഡ് വൺ ആണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ്. ഈ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റിനകത്ത് റേറ്റിന്റെയും എമൗണ്ടിന്റെയും കോളം ബ്ലാങ്ക് ആയിട്ട് വെച്ചിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റിന്റെയും എമൗണ്ടിന്റെയും കോളം ബ്ലാങ്ക് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത്
ഒരു അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് ആണ്. അതിനകത്ത് റേറ്റിന്റെയും എമൗണ്ടിന്റെയും കോളം ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതിനെയാണ് നമ്മൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. സോ നെക്സ്റ്റ് വൺ ആണ് കൺവേയൻസ് സ്റ്റേറ്റ്മെന്റ്. കൺവേയൻസ് സ്റ്റേറ്റ്മെന്റ്. സോ നമ്മൾ അതിനകത്ത് ഫസ്റ്റ് പറയുന്നതാണ് ലീഡ് സ്റ്റേറ്റ്മെന്റ്. So lead statement. So the lead statement will give the total cost of materials per unit item, including first cost, conveyance, loading, unloading, stocking charges, etc. അപ്പോൾ ലീഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അത്യാവശ്യമുള്ള സാധനമാണ് സിമെന്റ്. അപ്പോൾ സിമെന്റ് നമുക്ക് എല്ലായിടത്തും മാനുഫാക്ചറിങ് ഇല്ല. ഇപ്പോൾ സിമെന്റ് മാനുഫാക്ചറിന്റെ പ്ലാൻസ് ഉണ്ടാവും. അത് കൂടുതലും ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്കൊക്കെ വരുന്നത് കൂടുതലും തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അവിടെയാണ് ഫാക്ടറീസ് ഒരുപാട് അധികമായിട്ടുള്ളത്. അപ്പൊ എന്താണ്, ആ ഫാക്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ബാഗ് ഓഫ് സിമെന്റ് എന്ത് ചെയ്യും, അവിടെ അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ടാവും. അവിടെ നിന്ന് എന്ത് ചെയ്യും, അത് ട്രാൻസ്പോർട്ട് ചെയ്യും. ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സൈറ്റിൽ വരും. സൈറ്റിൽ വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്, അതിനെ അൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാം കൂടി പറയുന്നതാണ് ലീഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. The lead statement will give the total cost of materials per unit item, including first cost. First cost is മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉള്ള കോസ്റ്റ്. പിന്നെ കൺവേയൻസ് ആണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. കൺവേയൻസിനെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് കൺവേയൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യും, ലോഡിങ്ങും അൺലോഡിങ്ങും സ്റ്റാക്കിംഗ് ചാർജസും എല്ലാം വരുന്നത്. ഇനി അതിനകത്ത് ലീഡ് എന്ന് വെച്ചാൽ എന്താന്ന് ഓർത്തിരിക്കുക. അപ്പോൾ the distance between the source of availability of the material and the construction site is known as lead. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ മാനുഫാക്ചറിങ് പ്ലാന്റിൽ നിന്ന് നമ്മുടെ സൈറ്റിലുള്ള ഡിസ്റ്റൻസിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ കിലോമീറ്റേഴ്സിലാണ് പറയുന്നത്. അപ്പോൾ the conveyance cost depend upon lead. ഈ നെക്സ്റ്റ് വൺ ആണ് കൺവേയൻസ് ചാർജസ്. Conveyance charges ഇത്രയേ ഉള്ളൂ. The transportation charges and the charges required for the transportation or conveyance of material from the source to the site is termed as conveyance charges. So the charge required for transportation or conveyance of material from the source to the site is termed as conveyance charges. ഇത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് conveyance charge എന്ന് വെച്ചാൽ. The charge required for the transportation or conveyance of material from the source to the site is known as conveyance charges. ഇനി കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് PSC എക്സാംസിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതുമാണ്. നമുക്ക് ഫസ്റ്റ് പറയുന്നതാണ് കണ്ടിൻജൻസീസ്. എക്സ്പെൻസ് ഫോർ അൺഎക്സ്പെക്റ്റഡ് വർക്ക് ആണ് കണ്ടിൻജൻസീസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ എത്ര എമൗണ്ട് ആണ് കണ്ടിൻജൻസീസിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റിനകത്ത് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ 3 to 5% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കണ്ടിൻജൻസീസ് ആയിട്ട് മാറ്റി വേണം. എക്സ്പെൻസ് ഫോർ അൺഎക്സ്പെക്റ്റഡ് വർക്ക്. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എസ്റ്റിമേറ്റിനകത്ത് പ്രിപ്പയർ ചെയ്യാതെ എന്തെങ്കിലും അഡീഷണൽ വർക്ക് കയറി വരുവാണെങ്കിൽ അതാണ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പോൾ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മൾ ടെമ്പററി എംപ്ലോയീസിനെ വെക്കാറുണ്ട്. അതിനെയാണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ വർക്ക് ചാർജ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് അല്ലെങ്കിൽ വർക്ക് ചാർജ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. എന്താണ്? ദേ ആർ ഒരു ടെമ്പററി സ്റ്റാഫ്സ് ആണ്.
അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് സൂപ്പർവൈസേഴ്സ്, ചൗക്കിദാസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് എടുത്താൽ ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്ത് ചെയ്യും, നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കും. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സിമെന്റ്, അത് കണക്ക് തന്നെ ഇപ്പോൾ കോൺക്രീറ്റ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഡീസൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് സ്റ്റോർ കീപ്പറിനൊക്കെ നമ്മൾ എംപ്ലോയ് ചെയ്യും. ആ ആൾക്കാരൊക്കെയാണ് നമ്മൾ വർക്ക് ചാർജ്ഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കുക. ഇതിനെ നമ്മൾ എടുക്കുന്നത് 1.5 to 2% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് നമ്മൾ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി മാറ്റി വെക്കുന്നത്. 1.5 to 2% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. കണ്ടിൻജൻസീസ് ആണെങ്കിൽ 3 to 5% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് കണ്ടിൻജൻസീസ്. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ 1.5 to 2% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഇനി ടൂൾസ് ആൻഡ് പ്ലാൻസ്. ഇപ്പോൾ ടൂൾസ് ആൻഡ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ വേണ്ടി വരും. ചിലപ്പോൾ ഇപ്പോൾ കോൺക്രീറ്റിംഗ് വർക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, കോൺക്രീറ്റ് മിക്സർ വേണം, അതേ കണക്കിന് വൈബ്രേറ്റേഴ്സ് വേണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ എത്ര എമൗണ്ട് മാറ്റി വെക്കണം? 1 to 1.5% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് is provided in estimate for the purchase of tools and plant. 1 to 1.5% of the estimated cost is taken for tools and plants. 1 to 1.5%. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. നമുക്ക് അടുത്തടുത്തുള്ള പെർസെൻറ്റേജസ് ആയിരിക്കും നമുക്ക് PSCയുടെ ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് നോക്കി തന്നെ പഠിക്കുക. ടൂൾസ് ആൻഡ് പ്ലാൻസ് 1 to 1.5, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് 1.5 to 2, കണ്ടിൻജൻസീസ് 3 to 5%. നെക്സ്റ്റ് വൺ ആണ് സെന്റേജ് ചാർജസ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ചാർജസ്. ഈ സെന്റേജ് ചാർജസ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ചാർജസ് എന്ന് വെച്ചാൽ ഇപ്പോ നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്കൂൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ആ സ്കൂൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആ സ്കൂൾ അതോറിറ്റിക്ക് അതിനുള്ള അറിവുണ്ടാകില്ല. അവരെന്ത് ചെയ്യും, അവരൊരു കോൺട്രാക്ടറെയോ ആരെങ്കിലും അപ്രോച്ച് ചെയ്യും അവർക്കൊരു സ്കൂൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ആണ് സെന്റേജ് ചാർജസ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ചാർജസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെന്റേജ് ചാർജസ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ചാർജസ് എടുക്കേണ്ടത് 10 to 15% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് സെന്റേജ് ചാർജസ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ചാർജസ് ആയിട്ട് എടുക്കുന്നത്. 10 to 15% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് സെന്റേജ് ചാർജസ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ചാർജസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ when engineering department takes up the work of other department, a percentage amount of 10 to 15% of estimated cost is charged to meet the expense of establishment, designing, planning, supervision, etc. അതിനെയാണ് സെന്റേജ് ചാർജസ് എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് വൺ ആണ് ഇലക്ട്രിഫിക്കേഷൻ, സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക്. അതിനെല്ലാം കൂടി നമ്മൾ കൊടുക്കുന്നതാണ് 20% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഇലക്ട്രിഫിക്കേഷൻ, സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക്, ഇതിനെല്ലാം കൂടി കൊടുക്കുന്ന പെർസെൻറ്റേജ് ആണ് നമ്മൾ പറയുന്നത് 20% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിഫിക്കേഷൻ, സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക്. നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഇലക്ട്രിഫിക്കേഷന് നമ്മൾ 8% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇലക്ട്രിഫിക്കേഷൻ 8% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്കിന് പ്ലംബിംഗ് ആൻഡ് സാനിറ്ററിക്ക് 8%. ഈ ഫിറ്റിംഗ്സിന് 4%. അപ്പോൾ 8 16 പ്ലസ് 4 20%. അപ്പോൾ ഈ പെർസെൻറ്റേജസ് കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക. ഞാൻ ഒന്നും കൂടി പറയാം. അപ്പൊ അതിനകത്ത് കണ്ടിൻജൻസീസ് ആണെങ്കിൽ 3 to 5% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, കണ്ടിൻജൻസീസ് 3 to 5. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ 1.5 to 2%. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് 1.5 to 2%. ടൂൾസ് ആൻഡ് പ്ലാൻസ് ആണെങ്കിൽ 1 to 1.5%. ടൂൾസ് ആൻഡ് പ്ലാൻസ് ആണെങ്കിൽ 1 to 1.5%. ഇനി സെന്റേജ് ആണെങ്കിൽ 10 to 15%. ഇലക്ട്രിഫിക്കേഷൻ, സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക് ഒരുമിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ 20% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഇനി ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കുവാണ്. ഇലക്ട്രിഫിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ 8% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ആണെങ്കിൽ 8%, ഫിറ്റിംഗ്സ് ആണെങ്കിൽ 4%. അത് ഓർത്തിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് വൺ, സബ് ഹെഡ് ഓഫ് ഐറ്റം ഓഫ് വർക്ക്. സബ് ഹെഡ് ഓഫ് ഐറ്റം ഓഫ് വർക്ക്. ഇനി സബ് ഹെഡ് ഓഫ് ഐറ്റം ഓഫ് വർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുവാണ്.
അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ അത് നമ്മൾ കുറെ ഐറ്റംസിനെ നമുക്കൊരു വർക്കായി എന്താണ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനകത്ത് നമുക്ക് അതിനകത്ത് വുഡ് വർക്ക് ഫോർ എക്സാമ്പിൾ എടുക്കാം. അപ്പൊ അതിന്റെ ഡോറിന്റെ ഫ്രെയിമും ഡോറിന്റെ ഷട്ടറും ഒക്കെ എന്തായിരിക്കും, വുഡ് വർക്ക് ആയിരിക്കും. ഈ വിൻഡോ എടുത്താൽ വിൻഡോയുടെ ഫ്രെയിമും ഷട്ടറും എല്ലാം വുഡ് വർക്ക് ആയിരിക്കും. ഈ ഫർണിച്ചേഴ്സ് ഇപ്പൊ ടേബിള്, ബെഡ് അതൊക്കെ എടുക്കുവാണെങ്കിലും അതെല്ലാം വുഡ് വർക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനകത്ത് കുറെ ഐറ്റംസിന് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് വെക്കാം. അതിനെയാണ് നമ്മൾ സബ് ഹെഡ് ഓഫ് ഐറ്റം ഓഫ് വർക്ക് എന്ന് പറയുന്നത്. The whole work is divided into different classes of items. And the items of similar nature are grouped under subhead of work. An example ആണ് ഞാൻ പറഞ്ഞത് wood work. ഇനി സബ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ വർക്കിനെ, ഇപ്പോൾ ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, അപ്പോൾ ആ ഒരു വലിയ ഹോസ്പിറ്റലിന്റെ വർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വലിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഒരു വലിയ സൈറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു സ്ട്രക്ചർ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യുന്നത്, അതിന് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ടാണ്. ഇപ്പം ഇത് ഒന്നുകൂടി വരയ്ക്കാം. ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോർ. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് ഒരുമിച്ച് കൺസ്ട്രക്ട് ചെയ്ത് വരാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിനെ 4 സൈഡിൽ നിന്ന്, ഇപ്പൊ 4 പാർട്ടായിട്ടായിരിക്കും. ഇതൊരു പാർട്ടായിട്ട് കൺസ്ട്രക്ട് ചെയ്യും, ഇവിടെ നമുക്ക് അടുത്ത പാർട്ടായിട്ട് കൺസ്ട്രക്ട് ചെയ്യും, ബാക്കി ഇവിടെ നിന്ന് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും. അങ്ങനെ 4 സ്റ്റേജിൽ നിന്നായിരിക്കും കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അതാണ് സബ് വർക്ക് എന്ന് പറയുന്നത്. A large project may consist of several small work and each of these work is known as sub work. The next one, building cost index. So it indicates the increase or decrease of the cost above the cost at a certain base year and is expressed by a percentage rise or fall. ഇപ്പോൾ നമുക്കൊരു ബിൽഡിംഗ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിമെന്റിന്റെ റേറ്റ് പറയുവാണ്. സിമെന്റിന്റെ റേറ്റ് നമ്മൾ പറയുന്നത് ഒരു ഫിക്സഡ് ടൈമിലേക്കായിരിക്കും. എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദ ഇയർ ആ റേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണമെന്നില്ല. ആ റേറ്റ് ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു വിത്ത് റെഫറൻസ് ടു എ പെർട്ടിക്കുലർ മന്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് നമ്മൾ റേറ്റ് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് ദ കോസ്റ്റ് എബവ് ദ കോസ്റ്റ് അറ്റ് എ സർട്ടൺ ബേസ് ഇയർ and is expressed by a percentage rise or fall. The cost index depends mainly on cost of material, transportation, etc. In next കുറച്ച് terms ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. സോ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു സെക്കൻഡ്, ഇപ്പോ എനിക്കിവിടെ ഒരു കോളേജ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ ഈ കോളേജ് കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കോളേജിന്റെ ലാബ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ആ ലാബ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്, ആ കോളേജിലെ ആൾക്കാർ ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്യും. ഈ ഒരു ലാബ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, അവരൊരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, അവരെ ഒരു പ്രൈസ് കോട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നതിനകത്ത് ഏതെങ്കിലും ഒരു ടെൻഡർ ആയിരിക്കും അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. നമ്മൾ ഏതെങ്കിലും ഒരാൾക്കാർക്ക്, ഏതെങ്കിലും ഒരു കോൺട്രാക്ടറിന് എന്ത് ചെയ്യാണ്, നമ്മളൊരു വർക്ക് ചെയ്യാനായിട്ട് ഒരു അനുവാദം കൊടുക്കുവാണ്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. Formal acceptance by the department concerned. Engineering department prepares approximate estimate and preliminary plans and submit to the department concerned for the administrative approval. Next one, expenditure sanction or financial sanction. ഇപ്പോ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, ആ ഒരു വർക്കിന് അപ്രൂവൽ കൊടുക്കുന്നത് അല്ല, അതിന് വേണ്ടി ഫണ്ട് ഇൻവെസ്റ്റ്. ഇപ്പൊ കോളേജ് തന്നെ പറഞ്ഞു. അപ്പൊ കോളേജിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്തു. ടെൻഡർ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു കോളേജ് ബിൽഡിംഗ് അല്ലെ ഒരു കോളേജിന്റെ ലാബിന് വേണ്ടി നമ്മൾ ടെൻഡർ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഒരു പാർട്ടിക്ക് നമ്മളത് വർക്ക് ചെയ്യാനായിട്ട് എന്താണ്
ആ ലാബിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് ഒരു കോൺട്രാക്ടർക്ക് നമ്മൾ എന്ത് ചെയ്തു, അപ്രൂവൽ കൊടുത്തു. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. ഇനിയിപ്പോ ഈ ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിനൊരു ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു ചെയർമാൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ ചെയർമാൻ എന്താ ചെയ്യുന്നത്, ഇതിനു വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സാങ്ഷൻ കൊടുക്കാനായിട്ട് അതിനൊരു ഫിനാൻഷ്യൽ ബോഡി ഉണ്ടാവും. അപ്പോൾ ഒരു അക്കൗണ്ടന്റും അത് കണക്ക് തന്നെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ഓർ ഫിനാൻഷ്യൽ സാങ്ഷൻ. അപ്പോൾ അതിനും എന്താ ചെയ്യേണ്ടത്, ഈ കോൺട്രാക്ടർ അദ്ദേഹത്തിന്റെ ബില്ലുകൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ഓർ ഫിനാൻഷ്യൽ സാങ്ഷൻ കിട്ടുള്ളൂ. Allotment of fund for a specific work and it is accorded by finance department. Next one ആണ് technical sanction. Technical sanction. So technical sanction അത് വരുന്നതാണ് ഡീറ്റെയിൽഡ്, അപ്പോൾ ഒരു കോൺട്രാക്ടർ സബ്മിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, ഡിസൈൻ കാൽക്കുലേഷൻസ്, quantities of work, rate and cost of work by the competent authority by the engineering department. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കോളേജിന്റെ ലാബ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരു കോൺട്രാക്ടർക്ക് അപ്രൂവൽ കൊടുത്തു. അദ്ദേഹത്തിന് വേണ്ടി ഫണ്ട് അലോട്ട് ചെയ്യുന്നത് എന്താണ്, ഒരു സെപ്പറേറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അലോട്ട് ചെയ്യുന്നത്. ഈ കോൺട്രാക്ടർ എന്ത് ചെയ്യും, നമുക്ക് ആ ലാബിന് വേണ്ടിയുള്ള പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കും. അപ്പോൾ അതിന് അപ്രൂവൽ കൊടുക്കുന്നത് എന്താണ്, ഒന്നുകിൽ അവിടുത്തെ എന്താണ് ഒരു എക്സ്റ്റേണൽ ഏജൻസി, ഒരു ആ വർക്ക് നോക്കാനായിട്ട് നമ്മളൊരു ഏജൻസി ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഒരു 1-2 ആൾക്കാരെ ഈ കോൺട്രാക്ടർ ചെയ്യുന്ന വർക്കുകൾ കറക്റ്റ് ആണോ, അദ്ദേഹത്തിന്റെ പ്ലാനും എസ്റ്റിമേറ്റും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കുറെ ആൾക്കാരെ ഏൽപ്പിക്കും. അതാണ് ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്, ടെക്നിക്കൽ സാങ്ഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നതാണ് അനാലിസിസ് ഓഫ് റേറ്റ്. അനാലിസിസ് ഓഫ് റേറ്റ്. സോ അനാലിസിസ് ഓഫ് റേറ്റ്സ് എന്ന ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക.